നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ ഓൾറെഡി ബെർണാബ്യൂവിൽ പോയി ജയിച്ചവരാ. പാരീസിലും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ശരിയാണ്, PSG മികച്ച ടീമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതെങ്കിലും ടീമിന് കഴിയുമെങ്കിൽ അത് ഞങ്ങൾക്കാണ്. വിൻസെൻ്റ് കോമ്പനിയുടെ വാക്കുകളാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് പാർക്ക് ഡസ് പ്രിൻസസിൽ PSG നേരിടാൻ ഇറങ്ങുകയാണ് ബയേൺ മ്യൂണിക്ക്. അതുപോലെ മറുഭാഗത്ത് കോച്ച് ലൂയിസ് എൻട്രിക്കയും വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമില്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു തീപ്പൊരി പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം പാർക്ക് ഡസ് പ്രിൻസസിൽ. കൊമ്പനി പറയുന്നു, വി ആർ ഓൾറെഡി വൺ അറ്റ് ദി ബെർണാബ്യൂ ദിസ് ഇയർ ആൻഡ് വൺ ഇൻ പാരീസ്. രണ്ടിടത്തും ഞങ്ങൾ ജയിച്ചവരാ. പാരീസ് തീർച്ചയായിട്ടും നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ഹോൾഡേഴ്സാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇഫ് എനി ടീം ക്യാൻ ടേക്ക് ഓൺ ദിസ് ചാലഞ്ച് ഇറ്റ്സ് അസ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കെൽപ്പുള്ളൊരു ടീം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളാണ്. ഞങ്ങൾക്കറിയാം പാരീസ് എത്രത്തോളം മികച്ചതാണ് എന്ന്. പക്ഷേ വി വാണ്ട് ദിസ് ഗെയിം. ഈ കളി ഞങ്ങൾക്ക് വേണം. ഞങ്ങളിങ്ങ് എടുക്കുക, പാരീസ് ഞങ്ങളിങ്ങ് എടുക്കുക എന്ന തരത്തിലാണ് എന്തായാലും കൊമ്പനി നിൽക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. കൊമ്പനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, മാജിക് സൊല്യൂഷനൊന്നുമില്ല. ഞങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ പലതവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്, റിസൾട്ട് രണ്ട് വഴിക്കും പോയിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം എങ്ങനെ ഓപ്പോസിഷനെ പ്രഷറിലാക്കാമെന്നുള്ളത്. പാരീസിന് ഡിഫറെൻറ്റ് പൊസിഷനിൽ കളിക്കാൻ കെൽപ്പുള്ള എബിലിറ്റിയുള്ള കളിക്കാരുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളെ അങ്ങ് ഓഫ് ഗാർഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പല ഏരിയകളിലും നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ടീമിനെ കൂടി നിങ്ങളൊന്ന് നോക്കുക, ഞങ്ങൾക്കുമുണ്ട് അതേ ക്വാളിറ്റീസൊക്കെ. ഇന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ മികച്ച രൂപത്തിൽ തന്നെ പോരാടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് ലൂയിസ് എൻട്രിക്കയും വലിയ പ്രതീക്ഷയിലാണ്. ലൂയിസ് എൻട്രിക്കെ പറഞ്ഞ വാക്കുകളൊന്ന് നോക്കുക. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഒരു ടീമുകൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുകൂടി അറിയണം. സോ അതായിരിക്കും ഈ കളിയിലെ കീ ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയും. നല്ല രൂപത്തിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യണം, ഏറ്റവും ബെസ്റ്റായ രൂപത്തിൽ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റണം. അങ്ങനെയുള്ളൊരു എതിർ ടീമിനോടാണ് ഞങ്ങൾ മുട്ടുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കോച്ചുമാർക്കും അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പോസിബിൾ ലൈനപ്പിനെ ഇത്തരം കണ്ടീഷനുകളിൽ ഇറക്കാനായിരിക്കും താല്പര്യം. റൈറ്റ് നൗ നമ്മൾ സെമി ഫൈനലിലാണ്, എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മികച്ച ടീമിനെ തന്നെ ഇറക്കും. ചാമ്പ്യൻസ് ലീഗിൻ്റെ മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വലിയ രൂപത്തിൽ എനർജി സമ്മാനിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ആ ഒരു അനുഭവം അത് അനുഭവിച്ചറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. മികച്ചൊരു പോരാട്ടം എന്ന് പ്രതീക്ഷിക്കണം എന്ന് കോച്ച് പറയുന്നു. അപ്പോൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഇക്കളി. രണ്ട് ടീമിൻ്റെയും നിലവിലെ ഫോം ഗൈഡൊക്കെ എടുത്ത് നോക്കിയാൽ ബയേൺ കത്തി കയറുകയാണ്. അവസാനത്തെ കളികൾ എടുത്തു നോക്കിയാൽ അവസാനം 5 കളി അവർ ജയിച്ചിട്ടുണ്ട്. പാരീസ് അവസാനം കളിച്ച 5 കളികളിൽ ഒരു തോൽവിയും 4 വിജയവുമാണ്. ഹെഡ് കണക്കിലും ബയേണിനാണ് ആധിപത്യം. അവർ 9 മത്സരങ്ങൾ ജയിച്ചപ്പോൾ പാരീസ് 6 കളികളാണ് ജയിച്ചത്. അതുപോലെ 21 ഗോളുകൾ PSG വലയിലേക്ക് അടിച്ചിട്ടുണ്ട് ബയേൺ മ്യൂണിക്കെങ്കിൽ 16 ഗോളുകളെ തിരിച്ച് PSG ബയേണിൻ്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു പോരാട്ടത്തിനുള്ള വേദി ഒരുങ്ങുന്നു എന്നർത്ഥം. ആരൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമാണ്. ജർമ്മനിയിലെ പ്രമുഖ മാധ്യമം ബിൽഡ് നൽകുന്ന വിവരപ്രകാരം ഇങ്ങനെയായിരിക്കും PSG ലൈനപ്പ്. സഫോനോവ് ഗോൾ കീപ്പർ, സെൻറ്റർ ബാക്കുമാരായിട്ട് മാർക്കിന്യോസും പാച്ചോയും, ഇരുപാർശ്വങ്ങളിൽ ഹക്കീമിയും മെൻഡസും, മധ്യനിരയിലേക്ക് വരുമ്പോൾ നെവസും വിറ്റീഞ്ഞയും ഫാബിയനും, ദെൻ മുന്നേറ്റത്തിൽ ഡിസേഡു, ഡംബലെ, കിച്ചക്കാർഡസ്കേലിയ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്താണെങ്കിൽ ന്യൂ ഇയർ ഉണ്ടാകും. ഗോൾ കീപ്പറായിട്ട് തായും ഉപ്പമക്കാനോയും ലൈമറും സ്റ്റാനിസിച്ചും ഡിഫൻസിലുണ്ടാവും. പൗലോവിച്ചും കിമ്മിച്ചും മുസിയാലയും ഉണ്ടാകും. മധ്യനിരയിൽ ഇരുപാർശ്വങ്ങളിലായിട്ട് ഡയസും ഒലീസയും പിന്നെ ഗോളടിക്കാൻ കെയ്നും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു സൂപ്പർ പോരാട്ടമാണ് ഇന്നുണ്ടാവാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.